ടൊയോട്ട കമ്പനിയുടെ ഇന്നോവ ക്രിസ്റ്റ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് 2015 മോഡല് GD ഡീസൽ വെഹിക്കിൾ ആണ്. ഇതിപ്പോ നമ്മൾ ഇനി ലോണിലാണ് എടുക്കുന്നതെങ്കിൽ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? നമുക്കിത് നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുമോ? അതെ പറ്റും. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം അല്ലേ? ഓക്കെ, വാറന്റി ഉള്ള വണ്ടിയാണ്, പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കുക. പുതിയ വാഹനമാണെങ്കിലും ശരി, യൂസ്ഡ് കാറുകളാണെങ്കിലും ശരി, വാഹന മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു ബ്രാൻഡാണ് ടൊയോട്ട എന്ന് പറയുന്ന ബ്രാൻഡ്. എല്ലാവർക്കും പ്രിയം ഈ ഒരു ബ്രാൻഡാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റൊരു ബ്രാൻഡുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് പുതിയ വാഹനങ്ങൾ എടുക്കുന്ന അതേ വിശ്വാസത്തോട് പോയിട്ട് ഒരു യൂസ്ഡ് ടൊയോട്ട വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ടൊയോട്ട വാഹനങ്ങൾ മാത്രമല്ല അതർ ബ്രാൻഡ് വാഹനങ്ങളുണ്ട്, എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ടൊയോട്ട വാഹനങ്ങളായതുകൊണ്ടാണ് ടൊയോട്ട വാഹനങ്ങൾ എടുത്തു പറയുന്നത്. നിങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് ഒരു പേടിയും പേടിക്കാതെ യൂസ്ഡ് കാർ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഷോറൂമിലാണ് ഇന്ന് നിൽക്കുന്നത്. ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. ഈ ഒരു ഷോറൂമിന്റെ പ്രത്യേകത, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ടൊയോട്ട ഡീലർമാരായിട്ടുള്ള നിപ്പോൺ ടൊയോട്ട നേരിട്ട് നടത്തുന്ന സർട്ടിഫൈഡ് യൂസർ ഷോറൂമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബ്രാൻഡിനും ഇവരുടെ കമ്പനിക്ക് പേരുദോഷം വരുന്ന ഒരു പരിപാടിക്ക് നിൽക്കില്ല. ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഇനി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമെങ്കിൽ സ്ക്രീനിൽ കണ്ട നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഈ മാസം, അതായത് 2026 ഫെബ്രുവരി മാസത്തെ സ്റ്റോക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. മാക്സിമം ലോൺ സൗകര്യം ഉണ്ട്. അതേപോലെ തന്നെ 6 മാസം മുതൽ 2 വർഷം വരെ വാറന്റി സൗകര്യം ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ വാഹനങ്ങൾക്ക് സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് സർട്ടിഫൈഡ് വാഹനങ്ങൾ, അതും ടൊയോട്ട വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു മടിമിച്ചേക്കാതെ കയറി വരാൻ പറ്റുന്ന ഷോറൂമാണ്. ഇത് ടൊയോട്ട ടൈസർ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെയല്ലേ? ഇത് 2024 മോഡലാണ്. സിംഗിൾ ഓണർ, 8000 കിലോമീറ്റർ ഓടിയ വി മാനുവൽ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, പെട്രോൾ മാനുവൽ അല്ലേ? ഈ പറഞ്ഞ 8000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. ന്യൂ കാറിന്റെ വാറന്റി അവൈലബിൾ ആണ്. കമ്പനി അണ്ടർ വാറന്റി ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വിയിൽ വരുന്നുണ്ടല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് 8,25,000 രൂപ. 8,25,000. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം അല്ലേ? ഓക്കെ, വാറന്റി ഉള്ള വണ്ടിയാണ്, പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഇത് ടൊയോട്ട കമ്പനിയുടെ ഇന്നോവ ക്രിസ്റ്റ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2017 മോഡൽ, സെക്കൻഡ് ഓണർ, 1,34,000 കിലോമീറ്റർ ഓടിയ Z മാനുവൽ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. പെട്രോൾ ഡീസൽ? ഡീസൽ വാഹനമാണല്ലേ? ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസും കാണാം. കമ്പനി സർവീസും. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് ചോദിക്കുന്നത് 16,75,000 രൂപ. 16,75,000 ചോദിക്കുന്ന പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ടൊയോട്ടയുടെ ഹൈ റൈഡർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2024 മോഡൽ മാനുവൽ പെട്രോൾ വെഹിക്കിൾ ആണ്. പെട്രോൾ വെഹിക്കിൾ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 14,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ, ജെനുവിൻ കിലോമീറ്റർ, സ്ട്രിംഗുകളൊക്കെ അവൈലബിൾ. ന്യൂ കാർ വാറന്റി അവൈലബിൾ. കമ്പനി വാറന്റി നിലവിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് വി എന്ന് പറയുന്ന വേരിയന്റ് ഏതാ? ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ. ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. എല്ലാ ഫീച്ചേഴ്സും കാണും വരുന്നുണ്ട്. സൺറൂഫ് അലവിലും കാണൊക്കെ വരുന്ന ഫുൾ ലോഡ് വെഹിക്കിൾ ആണ്. ഇനി അറിയേണ്ടത് ഈ ഒരു വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 15,25,000 രൂപ. 15,25,000 ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റം കാണൊക്കെ ഉണ്ടാവും. ഇതിപ്പോ നമ്മൾ ഇനി ലോണിലാണ് എടുക്കുന്നതെങ്കിൽ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? നമുക്കിത് നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടും. യൂസ്ഡ് കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു വാഹനമാണ് ഇന്നോവ ക്രിസ്റ്റ അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2021 മോഡൽ GX മാനുവൽ ആണ്. സിംഗിൾ ഓണർ വെഹിക്കിൾ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,02,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. പെട്രോൾ ഡീസലാ? ഡീസൽ വണ്ടി അല്ലേ? ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് അല്ലേ? ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് ചോദിക്കുന്ന വില 18,75,000 രൂപ. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ മാറ്റം ഉണ്ട്. ഇതിന് 1 ഇയർ വാറന്റി ഉണ്ട്. 1 ഇയർ വാറന്റി ഉണ്ട്. ഇത് ടൊയോട്ട കമ്പനിയുടെ എത്തിയോസ് അല്ലേ? ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2015 മോഡൽ GD ഡീസൽ വെഹിക്കിൾ ആണ്. എത്ര കിലോമീറ്റർ ഓടി? സെക്കൻഡ് ഓണർ 97,000 കിലോമീറ്റർ ആണ് ഓടി. ഈ പറഞ്ഞ കിലോമീറ്റർ എല്ലാം ജെനുവിൻ അല്ലേ? സ്ട്രിംഗുകളൊക്കെ ഉണ്ടാവില്ല. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ്? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 6 മാസം വാറന്റി ഉണ്ട്. എഞ്ചിൻ ഗിയർ ബോക്സ് നമുക്ക് വാറന്റി ഉണ്ട്. 6 മാസത്തെ വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഡീസൽ വാഹനമാണ്. ഒരുപാട് ആളുകൾ ഇപ്പോഴും അന്വേഷിച്ച് നടക്കുന്ന ഒരു വാഹനം കൂടിയാണ്. ചോദിക്കുന്ന പ്രൈസ് 5,90,000. 5,90,000 രൂപ. ലോൺ ചെയ്യാൻ പറ്റില്ലേ? അതെ, ലോൺ ചെയ്യാം. ഓക്കെ. ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്നോവ വാഹനങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പൊ അവർക്ക് പറ്റിയ നല്ലൊരു വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2014 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി. 1,38 ഓടിയത്. 1,38,000 കിലോമീറ്റർ. ഡീസൽ അല്ലേ? ഡീസൽ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും? ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 8,75,000 രൂപ. 8,75,000. ഇത് ടൊയോട്ടയുടെ എത്തിയോസ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2015 മോഡലാണ്. പെട്രോൾ VX ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 88,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടി. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇൻഷുറൻസ് കാണാൻ ക്ലിയർ അല്ല? എല്ലാം അപ്ഡേറ്റഡ് ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 4,40,000 രൂപ. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഓക്കെ. ഇത് എത്തിയോസ് ലിവയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്? ഇത് 2014 മോഡൽ സെക്കൻഡ് ഓണർ. 99,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പെട്രോൾ ആണ് വണ്ടി. പെട്രോൾ മാനുവൽ? പെട്രോൾ മാനുവൽ ആണ്.
വേറെ മേജർ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. കണ്ടീഷൻ വെഹിക്കിൾ. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 3,60,000 രൂപ. 360. ഇത് ടാറ്റ കമ്പനിയുടെ നെക്സോൺ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2023 XZ A+ ഡാർക്ക് എഡിഷൻ ആണ്. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഇത് സിംഗിൾ ഓണർ, 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 8,35,000 രൂപ. 8.30 ഞാൻ ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റങ്ങളൊക്കെ ലോൺ ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. ഇതൊരു 50,000 മതി. 50,000 മതി. ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് XZ പ്ലസ് ആണ്, അതായത് ഫുൾ ഓപ്ഷൻ, സൺറൂഫ്, അലോയ്വിലൊക്കെ വരുന്ന ഫുൾ ലോഡ് വണ്ടി അല്ലേ? ലിമിറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ സീറ്റ് ഒക്കെ റെഡ് ആക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുമോ? അതെ, പറ്റും. ടൊയോട്ടയുടെ എത്തിയോസ് ലീവ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2015 മോഡലാണ്. 69,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. പെട്രോൾ മാനുവൽ. അവൈലബിൾ അല്ലേ? അതെ, വേറെ റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് എന്തെങ്കിലും മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. അതെ. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 3,85,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിലും മാറ്റങ്ങൾ ഉണ്ടാവും. കച്ചവടം കാര്യങ്ങളൊക്കെ ഷോറൂമിലേക്ക് വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ഇത് ടൊയോട്ട കമ്പനിയുടെ എത്തിയോസ് ക്രോസിലെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2014 മോഡൽ സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. 57,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. പെട്രോൾ ഡീസലാ? പെട്രോൾ. ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ അല്ലേ? കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? അതെ, എല്ലാ പേപ്പേഴ്സും. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 3,45,000 രൂപ. ചോദിക്കുന്ന പ്രൈസ്. ചെറിയതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല. വണ്ടി മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഇത് ഫോർഡിന്റെ ആസ്പെയർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2017 ടൈറ്റാനിയം പെട്രോൾ മാനുവൽ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈന്റ് എന്തെങ്കിലും ഇല്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് 2,75,000 രൂപ. ചോദിക്കുന്ന പ്രൈസ് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാവും. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ നമുക്ക് അറേഞ്ച് തരാൻ പറ്റൂല്ലേ? ഇത് ടൊയോട്ട കമ്പനിയുടെ ഓതറൈസർ ഷോറൂം ആണെങ്കിലും നമുക്ക് എല്ലാത്തരം കമ്പനികളുടെ വാഹനങ്ങൾ അവൈലബിൾ ആണല്ലേ? ടാറ്റയുടെ വേണമെങ്കിൽ ടാറ്റയുടെ, അതായത് നമ്മൾ എടുത്തു പറയുന്നത് ഓൾട്ടോ മുതൽ നമുക്ക് ഇന്നോവ ഹൈക്രോസ് വരെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2010 മോഡൽ i10 സ്പോർട്സ് മാനുവൽ ആണ് വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,31,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 1,45,000 രൂപ. ഒരു മീഡിയം ബഡ്ജറ്റിൽ അല്ല, മീഡിയം ബഡ്ജറ്റിൽ ഒരു ലോ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാണുന്നില്ലാത്തതിന്റെ പേരിലാണ് ഈ ഒരു ഷോറൂമിൽ ഇങ്ങനെ ഈ ഒരു വാഹനം സെയിലിന് വെച്ചിട്ടുള്ളത്. ടൊയോട്ടയുടെ എത്തിയോസ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2015 എത്തിയോസ് വി പെട്രോൾ വെഹിക്കിൾ ആണ്. മാനുവൽ വി എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ ആണോ? വി ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വേരിയന്റ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും പെട്രോൾ മാനുവൽ. ഓക്കെ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? അതെ, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 3,90,000 രൂപ. ഇത് ഫോർഡ് കമ്പനിയുടെ ഫിഗോ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2016 മോഡൽ ട്രെൻഡ് ലൈൻ പെട്രോൾ മാനുവൽ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ. 73,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും? ഇല്ല, മേജർ റീപ്ലേസ് ഒന്നുമില്ല. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. അതെ. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് ചോദിക്കുന്ന പ്രൈസ് 2,75,000 രൂപ. 2,75,000 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റം ഉണ്ടാവും. ലോൺ ചെയ്യാൻ പറ്റുമോ? അതെ, ലോൺ ചെയ്യാൻ പറ്റൂലേ? ഇത് ഫോർഡിന്റെ എക്കോസ്പോർട്ട് ആണ്. ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2015 തേർഡ് ഓണർ ടൈറ്റാനിയം ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,33 ഓടിയിട്ടുണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണല്ലേ? ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 3,25,000. 3,25,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റം കാണാനൊക്കെ ഉണ്ടാവും. ഇത് ടാറ്റ നെക്സോൺ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2019 മോഡൽ XZ A+ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഇത് സിംഗിൾ ഓണർ ആണ്. 73,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഇതൊക്കെ ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് എല്ലാം പ്രോപ്പർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ. അത് ഏതാ വേരിയന്റ് എന്ന് പറഞ്ഞാൽ? XZ A+. ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം തന്നെയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 5,90,000 രൂപ. 5,90,000. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാണാനൊക്കെ ഉണ്ടാവും.